ഹലോ ഓൾ, നമ്മൾ സബ്സ്പേസസിൻ്റെ കുറച്ച് പ്രോബ്ലംസ് കണ്ടിന്യൂ ചെയ്യുവാണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നത് പേജ് 200-ലെ ഒരു പ്രോബ്ലമാണ്, തേർഡ് പ്രോബ്ലമാണ്. ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സബ്സ്പേസസ് ഓഫ് P3. P3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ദാറ്റ്സ് എ വെക്ടർ സ്പേസ്, യൂഷ്വൽ പോളിനോമിയൽ അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അതിൽ താഴെ തന്നിരിക്കുന്നത് ആരൊക്കെയാണ് സബ്സ്പേസ് ആയിട്ട് വരിക എന്നുള്ളതാണ്. സോ ഓൾ പോളിനോമിയൽസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ പോളിനോമിയൽസ് a0 plus a1x plus a2x square plus a3x cube for which a0 equal to 0. അതായത് നമുക്കറിയാം P3യിലുള്ളത് ജനറൽ, തേർഡോ അതിൽ താഴെയുള്ള പോളിനോമിയൽസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ a0 0 ആവുന്ന പോളിനോമിയൽസിന്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടൈം ഇല്ലാത്ത പോളിനോമിയൽസിന്റെ കളക്ഷൻ ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം P3 എന്ന് പറഞ്ഞാൽ സ്പേസ് ഓഫ് polynomials of degree less than or equal to 3. So that's a vector space with respect to usual addition, usual polynomial addition and scalar multiplication. Okay, അതായത് P3യിൽ വരിക യഥാർത്ഥത്തിൽ സെറ്റ് ഓഫ് ഓൾ a3x cube plus a2x square plus a1x plus a0 such that a0, a1, a2, a3 belongs to R. നമുക്കറിയാം ഈ സ്പേസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സ്പാൻ ഓഫ് എക്സ് ക്യൂബ്, എക്സ് സ്ക്വയർ, x1 ഇവയാണ്. സോ അപ്പോൾ ഇതൊരു സബ്സ്പേസ് ആണ്, സോറി ഇറ്റ്സ് എ വെക്ടർ സ്പേസ് ആണ്. ദെൻ നമുക്ക് അറിയാൻ പറ്റും c1x ക്യൂബ് പ്ലസ് c2x സ്ക്വയർ പ്ലസ് c3x പ്ലസ് c4 ഈക്വൽ ടു 0 ഇംപ്ലൈസ് c1 ഈക്വൽ ടു c2 ഈക്വൽ ടു c3 ഈക്വൽ ടു c4 ഈക്വൽ ടു 0. അപ്പം ഇത് ഈ കളക്ഷൻ ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആണ്. അപ്പോൾ ഇവർ ഒരു ബേസിസ് ആണ്. അപ്പോൾ ഈ ബേസിസ് നമ്മൾ ഒബ്സർവ് ചെയ്തതാണ്. ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ്. ഇപ്പം ഡയമെൻഷൻ P3 4 ആണ്. 4 എലമെന്റ്സ് ആണ് ബേസുകൾ. ഇപ്പം ഫസ്റ്റ് നമുക്കറിയേണ്ടത് കോൺസ്റ്റന്റ് ടൈം 0 ആവുന്ന പോളിനോമിയൽസ് സബ്സ്പേസ് ആണോ, അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ഡയമെൻഷനും നോക്കി പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ഓപ്ഷൻ a3x ക്യൂബ് പ്ലസ് a1x പ്ലസ് a2x സ്ക്വയർ, a2x square plus a1x plus a0 such that a0 equal to 0. ബാക്കി a3, a2, a1 element of R. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു, പിന്നെ w1 എന്ന് വിളിച്ചാൽ w1 ഈസ് ഈക്വൽ ടു സ്പാൻ ഓഫ്, ഓക്കെ ഒന്നുകൂടെ നമുക്ക് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതാം, ഈക്വൽ ടു a3x ക്യൂബ് plus a2x square plus a1x such that a1, a2, a3 element of R. Okay, so that's equal to span of x cube, x square, x. So that's a subspace. So നമുക്കറിയാം ഈ എക്സ് ക്യൂബ്, എക്സ് സ്ക്വയർ, എക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ എക്സ് ക്യൂബ്, എക്സ് സ്ക്വയർ, എക്സ് 1 എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ് ആണ്. സോ ഫസ്റ്റ് ഈ എക്സ് ക്യൂബ്, എക്സ് സ്ക്വയർ, എക്സ് 1 എന്ന് പറയുന്നത് ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ആണ്, 4 എലമെന്റ് ഉള്ള. അപ്പൊ അതിന്റെ ഒരു സബ്സെറ്റ് ആണിത്. സോ സബ്സെറ്റ് ഓഫ് എ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ്. ഓക്കെ, സെറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ്. അപ്പോൾ ഇവര് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്, ഇവർ സ്പാൻ ചെയ്യും. ഇപ്പോൾ ഓൾറെഡി നമ്മളോട് ജസ്റ്റ് സബ്സ്പേസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. സോ സബ്സ്പേസ് ആണ്. മോർ ഓവർ എക്സ് ക്യൂബ്, എക്സ് സ്ക്വയർ, എക്സ് സ്പാൻ ചെയ്യുന്നതാണ് അതിനെ. അപ്പോൾ ഇവർ ലീനിയർലി ഇൻഡിപെൻഡന്റും ആണ്. സോ ഡയമെൻഷൻ ഓഫ് w1 ഈസ് എ സബ്സ്പേസ് ആൻഡ് ഡയമെൻഷൻ ഓഫ് w1 ഈസ് 3. ഓക്കെ, ഇനി അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്യാം, മറ്റേ പോലെ തന്നെ ചെക്ക് ചെയ്യാം. c1 x ക്യൂബ് പ്ലസ് c2 x സ്ക്വയർ പ്ലസ്
C1x equal to 0 implies C1 equal to C2 equal to C3 equal to 0. അതായത് പോളിനോമിയൽ രണ്ട് സീറോ എന്ന് പറഞ്ഞാൽ ഇത് സീറോ പോളിനോമിയലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0x³ പ്ലസ് 0x² പ്ലസ് 0 ഇൻറ്റു എക്സ് ആണിത്. അപ്പം രണ്ട് പോളിനോമിയൽസ് സെയിം ആണെങ്കിൽ അവരുടെ കോഎഫിഷ്യൻസ് നമുക്ക് ഈക്വേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇത് C1 ഈക്വൽ ടു 0, C2 ഈക്വൽ ടു 0, C3 ഈക്വൽ ടു 0 കിട്ടുക. ഓക്കെ. സോ ഫസ്റ്റ് ഓപ്ഷൻ സബ്സ്പേസ് ആണ്, അതിന്റെ ഡയമെൻഷൻ 3 ആണ്. P3 ഡയമെൻഷൻ 4 ആണ്. അടുത്തത് ഓൾ പോളിനോമിയൽസ് a0 പ്ലസ് a1x പ്ലസ് a2x² പ്ലസ് a3x³ പ്ലസ് its sum of its coefficients is 0. Okay, a0 plus a1 plus a2 plus a3 equal to 0. So B question, W2 is equal to a3x³ plus a2x² plus a1x plus a0 ആണ്, such that a0 plus a1 plus a2 plus a3 equal to 0. Okay. So അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു പോളിനോമിയൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ a0 plus a1 plus a2 plus a3 എന്ന് പറയുന്നത് 0 ആണ്. സോ a3 ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് a0 മൈനസ് a1 മൈനസ് a2. അപ്പോൾ നമുക്ക് W2 എന്ന് പറയുന്നത് a3നെ നമുക്ക് ഇത് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും. സോ മൈനസ് a0 മൈനസ് a1 മൈനസ് a2 x³ പ്ലസ് a2x² പ്ലസ് a1x പ്ലസ് a0 such that a0 a1 a2 element of R. So ഇവിടെയും a0 a1 a2 a3 element of R. Okay. So this is equal to a0 into minus x³ plus 1 a plus a1 into minus x³ plus x plus a2 into minus x³ plus x² such that a0 a1 a2 element of R. So this is equal to span of minus x³ plus 1 minus x³ എന്ന് എഴുതുന്നു. So span of 1 minus x³ x minus x³ x² minus x³. Okay. So this is a subspace. ഇനി ഈ മൂന്ന്, അപ്പം ഈ W2നെ ഇവർ 3 പേര് സ്പാൻ ചെയ്യും. ഇവർ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഡയമെൻഷൻ 3 ആയിരിക്കും. അപ്പൊ അത് നോക്കാം. C1 into 1 minus x³ plus C2 into x minus x³ plus C3 into x² minus x³ equal to 0. So this implies C1 plus x³ into minus C1 minus C2 minus C3 plus x² into C3 plus x into C2 equal to 0. So this implies C1 equal to 0 minus C1 minus C2 minus C3 equal to 0, C3 equal to 0, C2 equal to 0. So C2 and C3 0 implies, so C2 is 0, C3 is 0, C1 is 0. Therefore, they are linearly independent. Okay. അപ്പം ഇവര് സ്പാനും ചെയ്യും, ഇവര് ലീനിയർലി ഇൻഡിപെൻഡന്റുമാണ് W2ന്റെ. സോ ഡയമെൻഷൻ ഓഫ് W2 ഈസ് 3. So third question, all polynomials of the form a0 plus a1x plus a2x² plus a3x³ in which a0, a1, a2, a3 are rational numbers. So rational numbers എന്ന് പറഞ്ഞാൽ so W3 എന്ന് പറയുന്നത് a0 plus a1x plus a2x² plus a3x³ a0, a1, a2, a3 are റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് നമ്മൾ Q എന്ന് അടയാളപ്പെടുത്തുവാണ്. Q. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ A/B ഫോമിലുള്ള നമ്പേഴ്സാണ് റാഷണൽ നമ്പേഴ്സ് വരിക. GCD 1 ആയിട്ട് ഇയാള് ഇസഡിലും ഇയാള് എന്നിലുമായിട്ട് GCD ഓഫ് AB 1 വരുന്ന നമ്പേഴ്സാണ്.
അപ്പം ഇത് നമുക്ക് ഇതുവരെ ഈ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടിയാണ് തന്നിരിക്കുന്നത്, അല്ലാണ്ട് നമ്പേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കണ്ടീഷനോ അങ്ങനെയൊന്നുമല്ല. മുകളിലത്തെ പ്രോബ്ലത്തിൽ കോഎഫിഷ്യൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്പാൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തത്. അപ്പൊ ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് തന്നെ ചെയ്യണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് സീറോ പോളിനോമിയൽ ഉണ്ടോ, അല്ലെങ്കിൽ നോൺ എംപ്റ്റി ആണോ, പിന്നെ അതേപോലെ ക്ലോസ്ഡ് വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ ആണോ, അതേപോലെ ക്ലോസ്ഡ് വിത്ത് റെസ്പെക്ട് ടു സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ആണോ, അങ്ങനെ ചെയ്യേണ്ടി വരും. സോ ഇതിനകത്ത് നിന്ന് ഒരു പി എക്സ് നമ്മൾ എടുക്കുന്നു. സി നമുക്കറിയാം നോൺ എംപ്റ്റി ആണിത്. കാരണം എന്താണ്, ഇതിനകത്ത് ഇഷ്ടംപോലെ പോളിനോമിയൽസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 1 + x + x² + x³ ഇതിനകത്ത് നമ്പേഴ്സ് ആണ്. ഇതെല്ലാം കോഎഫിഷ്യൻസ് 1 ആണ്. 1 റാഷണൽ നമ്പർ ആണ്. സോ ദിസ് W3 ഉണ്ടാവും. സോ W3 നോൺ എംപ്റ്റി ആണ്. ഇനിയിപ്പം നമുക്ക് സമ്മ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ നോക്കിയാൽ മതി. സോ ലെറ്റ് P of x = a0 + a1x + a2x² + a3x³ അതേപോലെ Q of x എന്ന് പറയുന്നതും b0 + b1x + b2x² + b3x³. സോ നമുക്ക് P of x + Q of x വരാൻ പോകുന്നത് എന്താണ്? ഇങ്ങനെയാണ് നമ്മുടെ ഓപ്പറേഷൻ. a0 + b0 + a1 + b1x + a2 + b2x² a3 + b3x³. സോ നമുക്കറിയാം a0 b0 റാഷണൽ നമ്പേഴ്സ് ആണ്. a0 ഈ കോഎഫിഷ്യൻസുകളെല്ലാം റാഷണൽ നമ്പേഴ്സ് ആണ്. അപ്പം a0 a1 a2 a3 അതുപോലെ b0 b1 b2 b3 റാഷണൽ നമ്പേഴ്സ് ആണ്. നമുക്കറിയാം സം ഓഫ് ടു റാഷണൽ നമ്പേഴ്സ് ഈസ് റാഷണൽ. ഓക്കെ, ക്യൂവിലെ ഒരു എയും ബിയും നമ്മൾ എടുക്കുവാണെങ്കിൽ a + b റാഷണൽ ആയിരിക്കും. സോ a0 + b0 എന്ന് പറയുന്നത് റാഷണൽ ആണ്. a1 + b1 റാഷണൽ ആണ്. a2 + b2 റാഷണൽ ആണ്. a3 + b3 റാഷണൽ ആണ്. അതുകൊണ്ട് ഈ സം ഓഫ് പോളിനോമിയൽസ് എവിടെ ഉണ്ടാവും? സോ p + q, p of x + q of x W3-യിലുണ്ട്. ഇനി നമുക്ക് തേർഡ് ചെക്ക് ചെയ്യണം. തേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ആണോ, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണോ എന്ന് അറിയണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ W3 എന്ന് പറയുന്ന സ്പേസ്, W3 എന്ന് പറയുന്ന സ്പേസ് അല്ലെങ്കിൽ W3 എന്ന് പറയുന്ന ഈ സെറ്റ് ആണ് നമ്മൾ വെക്ടർ സ്പേസ് ആണോ ചെക്ക് ചെയ്യേണ്ടത്, സബ്സ്പേസ് ഓഫ് P3 ആണോ ചെക്ക് ചെയ്യുന്നത്. P3 നമുക്കറിയാം വെക്ടർ സ്പേസ് ആണ് വിത്ത് റെസ്പെക്ട് ടു നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പോളിനോമിയൽ അഡീഷൻ, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. സോ ആ സ്കെയിലാർ നമ്മൾ ചൂസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? സി നമ്മൾ ചൂസ് ചെയ്യുന്നത് റിയൽ സി നിന്നാണ്. അപ്പം നമുക്കിവിടെ അറിയേണ്ടത് ഒരു റിയൽ നമ്പർ സിയും ഒരു പോളിനോമിയൽ W3-യിൽ നിന്നും എടുത്തു കഴിഞ്ഞാൽ സി ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ W3-യിൽ ഉണ്ടോ എന്നാണ് നമുക്കറിയേണ്ടത്. ഓക്കെ ഓക്കെ അപ്പം അത് ശരിയാവണമെന്നില്ല. കാരണം ഫോർ എക്സാമ്പിൾ ലെറ്റ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ P of x = 1 + x + x² + x³ എന്ന് പറയുന്ന പോളിനോമിയൽ W3-യിലുള്ള പോളിനോമിയൽ. കാരണം ഇതിന്റെ കോഎഫിഷ്യൻസ് എല്ലാം 1 ആണ്. 1 റാഷണൽ ആണ്. ഓക്കെ, റാഷണൽ നമ്പർ ആണ്. അപ്പം ഈ P of x W3-യിൽ ഉണ്ടാവും. പക്ഷേ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ √2 എന്ന് പറയുന്ന, അതായത് നമ്മളുടെ സി നമ്മൾ ചൂസ് ചെയ്യുന്ന ആറിൽ നിന്നാണ്. എല്ലാ റിയൽ നമ്പേഴ്സും പോസിബിൾ ആണ്. അപ്പൊ √2 എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആണ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് √2 ഇൻറ്റു നമ്മുടെ ഗിവൺ P of x? √2 + √2x + √2x³ + √2x, സോറി, √2 + √2x + √2x² + √2x³. അപ്പോ ഈ പോളിനോമിയലാണ് നമ്മുടെ പ്രോഡക്റ്റ് വരിക, സ്കെയിലാർ മൾട്ടിപ്പിൾ ഓഫ് പി വരിക. പക്ഷെ ഇത് എവിടെ ഉണ്ടാവില്ല? W3-യിൽ ഉണ്ടാവില്ല. കാരണം ഇവരുടെ കോഎഫിഷ്യൻസ് √2 ആണ്. ഈ √2 എന്ന് പറയുന്ന ആള് എവിടെയില്ല, റാഷണൽ നമ്പർ അല്ല. ഓക്കെ, √2 എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ നമ്പറാണ്. ഇറാഷണൽ നമ്പറാണ്, അല്ലെങ്കിൽ R-Q-വിലാണ് അതുള്ളത്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഈ സ്കെയിലാർ സം ഉണ്ടാവും. ഇവിടുത്തെ രണ്ട് പോളിനോമിയൽസിന്റെ സം അതിലുണ്ടാവും. പക്ഷെ സ്കെയിലാർ മൾട്ടിപ്പിൾ ഒരു റിയൽ നമ്പറും ഒരു സ്കെയിലാറും തമ്മിൽ, എല്ലാ സ്കെയിലാറിനും ഇപ്പം നമ്മളൊരു റാഷണൽ നമ്പർ എടുത്തിട്ടാണ് സി ആയിട്ട് എടുക്കുന്നതെങ്കിൽ സി ഇൻറ്റു ആ പോളിനോമിയൽ എന്തായാലും ഉണ്ടാവും.
പക്ഷെ ഒരു ഇറാഷണൽ നമ്പർ എടുത്ത് സ്കെയിലർ മൾട്ടിപ്ലൈ ചെയ്താൽ അത് ഉണ്ടാവണം നിർബന്ധമില്ല. അതുകൊണ്ട് W3 is not a vector space. Not a subspace. So അടുത്തത് all polynomials of the form a0 plus a1x where a0 a1 are real numbers. W4 എന്ന് പറയുന്നത് a0 plus a1x a0 a1 are real numbers. നമുക്കറിയാം ഇത് നത്തിങ് ബട്ട് P1 ആണ്. Set of all polynomials of degree less than or equal to 1 ആണ് ഇത്. Okay. So this is contained, it's a subspace. It's a vector space, it's a subspace of P3. Okay. നമുക്കറിയാം P1 contained in P2 contained in P3 contained in ഇങ്ങനെയാണ് ഇൻക്ലൂഷൻ പോവുക. ഓക്കെ. സോ ഇത് സബ്സ്പേസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സബ്സ്പേസ് ഓഫ് ആർ ഇൻഫിനിറ്റി? ആർ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സീക്വൻസ് സ്പേസ് ആണ്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് സീക്വൻസുകളാണുള്ളത്. കമ്പോണന്റ് വൈസ് അഡീഷൻ, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ ആർ ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അപ്പം അതിന്റെ സബ്സ്പേസുകൾ. അപ്പം സാധാരണ സീക്വൻസ് അഡീഷൻ, കമ്പോണന്റ് വൈസ് അഡീഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പി ഓഫ് എക്സ്, നമ്മൾ ജനറലി പി ഓഫ് എക്സ് ഈക്വൽ ടു A1 A2 A3 എക്സെട്ര ഇങ്ങനെയാണ് ഒരു സീക്വൻസ് ഇരിക്കുക. സീക്വൻസ് AN എന്ന് വിളിക്കാം. S1 S2 എന്ന് പറയുന്ന സീക്വൻസ് B1 B2 എക്സെട്ര. സോ അഡീഷൻ ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ്? S1 plus S2 ഈക്വൽ ടു A1 plus B1 A2 plus B2 എക്സെട്ര. ഇൻ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ C into S1 ഈക്വൽ ടു CA1 CA2 CA3 എക്സെട്ര. സോ ഇതിലിത് വെക്ടർ സ്പേസ് ആണ്. ഓക്കെ. അതിന്റെ സബ്സ്പേസുകളെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ്, ഓൾ വി ഇൻ ആർ ഇൻഫിനിറ്റി, അല്ലെങ്കിൽ ഓൾ സീക്വൻസസ് ഓർ ഓൾ വെക്ടേഴ്സ് ഇൻ ആർ ഇൻഫിനിറ്റി ഓഫ് ദ ഫോം V0 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 എക്സെട്ര എന്ന് വെച്ചാൽ സെക്കൻഡ് കമ്പോണന്റ്, ഫസ്റ്റ് കമ്പോണന്റ് എല്ലാം സെയിമും സെക്കൻഡ് കമ്പോണന്റ് എല്ലാം സീറോയും. ഓക്കെ. സോ W1 എന്ന് പറയുന്നത് V0 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 എക്സെട്ര for some V is some real number. Okay, so it is nothing but span of 1 0 0 sorry 1 0 1 0 1 എക്സെട്ര. കാരണം ഇതിനെ നമ്മളൊരു എ എന്ന് പറയുന്ന നമ്പറോ അല്ലെ വി എന്ന് പറയുന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സീക്വൻസ് കിട്ടുക. അങ്ങനെയുള്ള എല്ലാ വികളും കൊണ്ട് നമ്മൾ ഈ പർട്ടിക്കുലർ എലിമെന്റിനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോഴാണ് ഈ കളക്ഷൻ കിട്ടുക V0 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 എന്നുള്ളത്. അപ്പൊ സ്പാൻ ഓഫ് 1 0 1 0 1 എന്ന് പറയുന്ന പർട്ടിക്കുലർ സീക്വൻസിന്റെ ഈ ഒറ്റ സിംഗിൾ സീക്വൻസിന്റെ സ്പാനാണ്, ഈ ഒറ്റ സിംഗിൾ സീക്വൻസിന്റെ സ്പാനാണ് ഫുൾ W1. അപ്പോൾ ഇത് സബ്സ്പേസ് ആണ്, ഇത് സബ്സ്പേസ് ആണ്. മോർ ഓവർ ഡയമെൻഷൻ എന്ത് വരും? ഒരു എലമെന്റ് കൊണ്ടാണ് സ്പാൻ ചെയ്തത്. ഈ എലമെന്റ് 0 0 0 എന്ന് പറയുന്ന എലമെന്റ് അല്ല, നോൺ സീറോ എലമെന്റ് ആണ്. അതുകൊണ്ട് ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അപ്പം ഇത് ലീനിയർലി, ഈ സിംഗിൾ എലമെന്റ് നോൺ സീറോ അല്ലെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഈ W1 എന്ന് പറയുന്നത് ഈ പറഞ്ഞ സിംഗിൾ എലമെന്റിന്റെ സ്പാൻ ആണ്. അപ്പോൾ ഡയമെൻഷൻ W1 1. ഓക്കെ, സബ്സ്പേസും ആണ്, ഡയമെൻഷൻ W1 1. സെക്കൻഡ് ക്വസ്റ്റ്യൻ, all sequences in V of the form V equal to V1 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 etc. So W2 V1 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 etc. V element of R. സോ ഇത് നമുക്കറിയാം നോട്ട് എ സബ്സ്പേസ്. എന്തുകൊണ്ടാണ്? ഇതിൽ സീറോ എലമെന്റ് ഇല്ല. കാരണം ഇതിനകത്തെ ഈവൻ കോർഡിനേറ്റുകളെല്ലാം 1 ആണ്. അതുകൊണ്ട് നോട്ട് എ സബ്സ്പേസ് ആസ് 0 0 0 0 0 എക്സെട്ര നോട്ട് ബിലോങ്സ് ടു W. ഇതാണ് നമ്മുടെ സ്പേസിലെ സീറോ എലമെന്റ്, ഫുൾ സ്പേസിലെ സീറോ എലമെന്റ്. അത് ഇവിടെ ഇല്ല. അടുത്തത്, ഓൾ സീക്വൻസ് V in R infinity from V 2V 4V 8V V 2V 4V 8V എക്സെട്ര V element of R. ഇതാണ് നമ്മുടെ W3. ഓക്കെ.
So this is also span of 1, 2, 4, 8, etc. Say subspace, and this is not the zero element. Therefore, dimension of W3 is 1 because that single element is linearly independent. All sequence and R infinity whose components are zero from some point on. Some point on എന്ന് പറഞ്ഞാൽ ഒരു particular പോയിന്റിന് ശേഷം സീറോ ആണ്. Okay. All sequence in R infinity whose components are zero from some point. Okay. ഏതോ ഒരു പർട്ടിക്കുലർ പൊസിഷന് ശേഷം സീറോ ആണ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിന് ശേഷം സീറോ ആണ് ഡി. ഫോർ എക്സാമ്പിൾ ഒരു ഫിഫ്ത്ത് പോയിന്റിന് ശേഷം എല്ലാ എലിമെന്റ്സും സീറോ ആണ്. ഓക്കെ. അതായത് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. V1, V2, V3, V4, V5. ഇതിന് ശേഷം എല്ലാം സീറോ ആണ്. ഓക്കെ. such that V1, V2, V3, V4, V5 element of R. So this can be written as V1 into 100 plus V2 into 0100 plus V3 into 00100 plus V4 into 000 100 etc. plus V5 into 0000100 etc. such that V1, V2, V3, V4, V5 element of R. അഞ്ചാമത്തെ പൊസിഷന് ശേഷം എല്ലാം സീറോ ആണ്. സോ ദിസ് ഈസ് സ്പാൻ ഓഫ്. ഇതിനെ നമ്മൾ E1 എന്ന് വിളിക്കുകയാണ്, ഇതിനെ E2 എന്ന് വിളിക്കുകയാണ്. സീക്വൻസുകളാണ്. ഇത് E3, ഇത് E4, E5 എന്ന് വിളിക്കുകയാണ്. സോ ദിസ് ഈസ് സ്പാൻ ഓഫ് E1, E2, E3, E4, E5. So this is a space, and we can check this E1, E2, E3, E4, E5 are linearly independent also. So dimension of this W4 is 5. Okay, ഇവിടെ 6th ടേമിന് ശേഷമാണ് ഡയമെൻഷൻ 6 വരും. അങ്ങനെ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ലീനിയർ കോമ്പിനേഷൻ ഓഫ് U equal to 0 minus to 2, V equal to 1, 3 minus 1. ഏഴാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ the linear combination of this U and this V. Okay. അപ്പം നമുക്കിത് പല രീതി ചെയ്യാം. ഒന്ന്, നമുക്ക് ഡയറക്റ്റ്, അതായത് എ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. അതായത് 2 2 2 എന്ന് പറയുന്ന എലമെന്റ് നമുക്ക് C1 into U1 U plus C2 into V ഇങ്ങനെ എഴുതാൻ പറ്റുമോ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ലീനിയർ കോമ്പിനേഷൻ ഓഫ് U and V. താഴെ തന്നിരിക്കുന്ന വെക്ടറിൽ ഏതൊക്കെയാണ് യുവിന്റെയും വിന്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് വരും. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ 2 2 2 എന്ന് പറയുന്നത് ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് വരുമെങ്കിൽ വി ക്യാൻ ഫൈൻഡ് C1 and C2 such that for some C1 and C2 C1 U plus C2 V equal to 2 2 2. അപ്പൊ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ. അപ്പൊ ഒന്നെങ്കിൽ നമുക്ക് ഇതിപ്പോ ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഇതിപ്പോ ഒന്നെങ്കിൽ ഇങ്ങനെ നമ്മൾ എഴുതിയിട്ട്, അതായത് C1 into U എന്ന് പറയുമ്പോൾ 0 minus 2C1 2C2 plus C2 minus 2C1 plus 2C1 C2 plus 3C2 minus C2 ആയിട്ട് നമുക്കിത് സം എടുക്കാം. അതായത് C2 equal to 2 minus 2C1 plus 3C2 equal to 2 minus C2 2C1 minus C2 equal to. എന്നിട്ട് ഇത് സോൾവ് ചെയ്യുന്നു അല്ലേ. ഇപ്പൊ C2 2 എന്ന് കിട്ടി. അപ്പൊ ഇതിവിടെ കൊടുക്കുമ്പോൾ minus 2C1 equal to 2 minus
6 -4. സോ C1 2. ഇവിടെ കൊടുക്കുമ്പോൾ C2 കിട്ടി, C1 കിട്ടി, പക്ഷെ അതുകൂടെ സാറ്റിസ്ഫൈ ചെയ്യുമോ നോക്കണം. C2 2 ആണ്. അപ്പോൾ 2C1 ഈക്വൽ ടു 2 പ്ലസ് C2. അതായത് C1 ഈക്വൽ ടു അഗെയിൻ 2 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പൊ രണ്ടിടത്തും C1ന്റെ വാല്യൂ 2 എന്ന് കിട്ടും. അപ്പോൾ C1 ഈക്വൽ ടു 2ഉം C2 ഈക്വൽ ടു 2ഉം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലീനിയർ കോമ്പിനേഷൻ കിട്ടും. 2 to 2 ക്യാൻ ബി റിട്ടൺ C1U പ്ലസ് C2V. ഓക്കെ, പിന്നെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റിയ മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം യു എന്ന് പറയുന്ന വെക്ടർ 0 -2 2 ആണ്. അല്ലെ, യു എന്ന് പറയുന്ന വെക്ടർ 0 -2 2 ആണ്. വി എന്ന് പറയുന്നത് 1 3 -1 ആണ്. നമുക്കറിയാം ഈ യുവിനെ ഒരിക്കലും യുവിനെ നമ്മൾ ഏത് കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും സി ഇൻറ്റു യുവിന്റെ ഫസ്റ്റ് കോർഡിനേറ്റ് 0 ആയിരിക്കും. കാരണം യുവിന്റെ ഫസ്റ്റ് കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് സി ഇൻറ്റു യുവിന്റെ ഫസ്റ്റ് കോർഡിനേറ്റ് 0 ആയിരിക്കും. പക്ഷെ വിയുടെ ഫസ്റ്റ് കോർഡിനേറ്റ് 0 അല്ല, വിയുടെ ഫസ്റ്റ് കോർഡിനേറ്റ് 1 ആണ്. അപ്പം യു ഒരിക്കലും അല്ലെങ്കിൽ വി ഒരിക്കലും നമുക്ക് സം കോൺസ്റ്റന്റ് ഇൻറ്റു യു എന്ന് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് യുവും വിയും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. കാരണം രണ്ട് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ എന്നല്ല ചെക്ക് ചെയ്യാനായിട്ട് ഒന്നൊന്നിന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആയാൽ മതി. അപ്പോൾ യുവും വിയും ഇവിടെ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഇനി ഈ പറഞ്ഞ എ ഓപ്ഷനെ നമുക്ക് C1U പ്ലസ് C2V എന്ന് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ യുവും വിയും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. പക്ഷെ C1U പ്ലസ് C2V എന്ന് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ എയും യുവും വിയും ഒരു ലീനിയർലി ഡിപ്പെൻഡന്റ് സെറ്റ് ആവും. കാരണം എ എന്ന് പറയുന്നത് ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ അല്ലേ. അപ്പം എയും യുവും വിയും ലീനിയർലി ഡിപ്പെൻഡന്റ് സെറ്റ് ആവും. അപ്പോൾ നമുക്ക് എന്ത് ചെക്ക് ചെയ്താൽ മതി, യു ഒരു ഫസ്റ്റ് റോ, വി സെക്കൻഡ് റോ, പിന്നെ എ എന്ന് പറയുന്ന റോ 2 2 2. ഇത് വെച്ചിട്ടൊരു 3x3 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിന്റെ ഡിറ്റർമിനന്റ് 0 കിട്ടുമോ നോക്കിയാൽ മതി. 0 കിട്ടിക്കഴിഞ്ഞാൽ ഡിപ്പെൻഡന്റ് ആവും. എന്ന് പറഞ്ഞാൽ 2 2 2നെ നമുക്ക് ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. ഡിറ്റർമിനന്റ് 0 കിട്ടിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം യുവും വിയും സ്പാൻ ചെയ്യുന്ന സ്പേസിൽ എ ഇല്ലെന്നാണ് അർത്ഥം. അപ്പം അവർ വീണ്ടും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്ന വെക്ടറിനെ നമുക്ക് അവരുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റത്തില്ല. ആ ഒരു ഐഡിയയിൽ നമുക്ക് ഇത് ചെക്ക് ചെയ്യാം. അതായത് ഫസ്റ്റ് വെക്ടർ, അതായത് നമ്മൾ പറഞ്ഞതാണ് യു എന്ന് പറയുന്നത് എന്താണ്, 0 -2 2. 0 -2 2ഉം അതേപോലെ 1 3 -1. 1 3 -1ഉം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. 1 3 -1ഉം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അപ്പോൾ 2 2 2നെ ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റിയാൽ ആണ് പറ്റുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. 2 2 2നെ ഈ രണ്ട് വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അങ്ങനെ എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ ആ 2 2 2 ഇവിടെ 2 2 2 എന്ന് പറയുന്ന വെക്ടറിനെ ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ ആണെങ്കിൽ ഈ മൂന്ന് വെക്ടേഴ്സും ലീനിയർലി ഡിപ്പെൻഡന്റ് ആയിരിക്കും. ഇപ്പൊ ഇയാളുടെ ഡിറ്റർമിനന്റ് എന്ത് കിട്ടും, 0 കിട്ടും. 0 കിട്ടും. അപ്പൊ അത് മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ ഇവിടെ. അതായത് ലീനിയർലി ഡിപ്പെൻഡന്റ് ആണോ എന്നറിയാൻ, അല്ലെങ്കിൽ 2 2 2നെ അവരുടെ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുമെന്നറിയാൻ ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആണോ ചെക്ക് ചെയ്താൽ മതി. സോ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ 0 + 2 × 4 -+2 × 2 - 6 എന്ന് വരും, -4. അപ്പം എന്ത് കിട്ടി, 8 - 8 0 കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 2 2 എന്ന് പറയുന്ന വെക്ടറും യു വിയും ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ്. അപ്പം യുവും വിയും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട്, പക്ഷെ യുവും വിയും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഇവർ 3 പേരൂടെ വരുമ്പോൾ ലീനിയർലി ഡിപ്പെൻഡന്റ് ആവും. അതിന്റെ അർത്ഥം എന്താണ്, 2 2 2നെ നമുക്ക് സം കോൺസ്റ്റന്റ് ഇൻറ്റു യു പ്ലസ് സം കോൺസ്റ്റന്റ് ഇൻറ്റു വി എന്ന് എഴുതാൻ പറ്റുമെന്നാണ്. അതുകൊണ്ട് 2 2 2 ക്യാൻ ബി റിട്ടൺ ആസ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് യു ആൻഡ് വി. ഇവിടെ നമ്മൾ ആ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്നു. ഇവിടെ നമ്മൾ ആ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്നില്ല, പക്ഷെ അങ്ങനെ എഴുതാൻ പറ്റുമോ ഇല്ലയോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഏത് രീതിയിൽ നമുക്ക് ഈ ചോദ്യം ചെയ്യാം. അതുപോലെ ബിയും സിയും ചെയ്ത് നോക്കുക. ഓക്കെ.
എട്ടാമത്തെ എക്സ്പ്രസ് ദ ഫോളോയിങ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് യു ഈക്വൽ ടു 214, ബി ഈക്വൽ ടു 1 - 3 ആൻഡ് ഡബ്ല്യു ഈക്വൽ ടു 325. ഓക്കെ ഓക്കെ അപ്പം ഈ പ്രോബ്ലത്തിന്റെ ഫുൾ ഐഡിയ പറയാം. നമ്മൾ പ്രോബ്ലം നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അതായത് എക്സ്പ്രസ് ഫോളോയിങ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് യു വി ഡബ്ല്യു. സോ ഫസ്റ്റ് ഓപ്ഷൻ എ -9 -7 -5. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഫസ്റ്റ് വെക്ടറിനെ എ വെക്ടർ എന്ന് വിളിക്കുകയാണ്. യു വി ഡബ്ല്യു എന്ന് പറയുന്ന 3 വെക്ടേഴ്സ് ആർത്തിലെ തന്നിട്ടുണ്ട്. നമുക്കറിയേണ്ടത് എനെ യു വി ഡബ്ല്യുവിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുമെന്നാണ്. അതായത് എ ക്യാൻ ബി റിട്ടൺ ആസ് സം C1 × U + C2 × V + C3 × W എന്ന് എഴുതാൻ പറ്റുമെന്നാണ്. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു ട്രിപ്ലെറ്റ് ആണ്. C1 × U + C2 × V + C3 × W നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ C1 C2 C3യിലുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടും. ഇവിടെ C1 C2 C3യിലുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടും, രണ്ടാമത്തെ കമ്പോണന്റ്. മൂന്നാമത്തെ കമ്പോണന്റ് ആയിട്ടും C1 C2 C3യിലുള്ള മറ്റൊരു എക്സ്പ്രഷൻ കിട്ടും. എന്നിട്ട് ഫസ്റ്റ് കമ്പോണന്റ് ഇതിന്റെ ഫസ്റ്റ് കമ്പോണന്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക, ഇതിന്റെ സെക്കൻഡ് കമ്പോണന്റ് ഇക്വേറ്റ് ചെയ്യുക, ഇതിന്റെ തേർഡ് കമ്പോണന്റ് ഇക്വേറ്റ് ചെയ്യുക. ദെൻ എന്നിട്ട് C1 C2 C3 എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ യൂസ് ചെയ്ത് സോൾവ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ദെൻ ഇവിടെ ഒമ്പതാമത്തേതും അങ്ങനെ തന്നെയാണ് വരിക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ABC. അപ്പം C1 × A + C2 × B + C3 × C എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് മെട്രിക്സിനെ ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് C1 C2 C3യും സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുക. അങ്ങനെ ബാക്കിയും ചെയ്യുക. പത്താമത്തേതും അതുപോലെ തന്നെ. പത്താമത്തെ എന്താണ്? ഇൻ ഈച്ച് പാർട്ട് എക്സ്പ്രസ് ദ വെക്ടർ ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദിസ് P1 P2 P3. അപ്പം ഇതുപോലെ തന്നെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണ് സോൾവ് ചെയ്യേണ്ടി വരിക. C1 × P1 + C2 × P2 + C3 × P3 ഈക്വൽ ടു ഫസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ C1 × P1 + C2 × P2 + C3 × P3 കോൺസ്റ്റന്റ് എല്ലാം ഒന്നിപ്പിക്കുക, എക്സിന്റെ കോഎഫിഷ്യന്റ് എല്ലാം ഒന്നിപ്പിക്കുക, എക്സ്2ന്റെ കോഎഫിഷ്യന്റുകളെല്ലാം ഒന്നിപ്പിക്കുക. അപ്പൊ ഓരോ കോഎഫിഷ്യന്റുകളും C1 C2 C3ന്റെ ടേംസിലായിരിക്കും. അത് ഫസ്റ്റ് ഓപ്ഷന്റെ എ എന്ന് പറയുന്ന ഓപ്ഷന്റെ ഓരോ കമ്പോണന്റുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പൊ നമുക്കൊരു സിസ്റ്റം ഓഫ് ലീനിയർ 3 ഇക്വേഷനിൽ 3 വേരിയബിൾ കിട്ടും. എന്നിട്ട് അഗെയിൻ വി സോൾവ് ദാറ്റ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. ആ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതാൻ പറ്റും. ആ സൊല്യൂഷനോട് നമുക്ക് കിട്ടുമല്ലോ. ഓക്കെ, C1ന്റെ C2ന്റെ C3 വാല്യൂ കിട്ടും. അങ്ങനെ നമുക്ക് സെറ്റ് ഓഫ് പ്രോബ്ലംസ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.